ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ്. കൂന്തൽ നിറച്ചത് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ചെറിയ സൈസുള്ള കൂന്തൽ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നീളത്തിൽ തന്നെയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് 2 പാർട്ടാക്കിയിട്ട് വെക്കണം കേട്ടോ. 2 സ്റ്റഫ് ചെയ്യുന്ന 2 മസാലക്കൂട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ജസ്റ്റ് സ്കിപ്പായിപ്പോയി. ഇത് 2 പാർട്ടാക്കി വെച്ചാണ് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ കൂന്തലിൻ്റെ മസാലക്കൂട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തിട്ടുള്ള കൂന്തലിൻ്റെ കുറച്ച് ബാക്കിയായിട്ടുള്ള സൈഡും അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ 2-3 ചെറിയ കൂന്തലും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്നത്. ഈ കൂന്തലും കുറച്ച് നേരം മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. കുരുമുളകും ഉപ്പും ഇട്ടിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതും കൂടി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൂന്തൽ വേവുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം കൂന്തൽ വെന്ത് വന്നിട്ടുണ്ട്. കൂന്തൽ വെന്ത് ഒരു റബ്ബർ പരുവത്തിലായി പോകരുത് കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ വേവ് റെഡിയാണെന്ന് തോന്നുമ്പോൾ നിങ്ങളത് നിർത്തിയാൽ മതി. അതിനുശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു ഗരം മസാല, ഒരു നുള്ളു ഗരം മസാല ആ ചൂടോടെ തന്നെ ഈ ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടത്. അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ അടുത്ത ഇത് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്ത് ആ പാനിലേക്ക് എൻ്റെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ഉരുള പോലെ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിതിങ്ങനെ ചിക്കി ഇട്ട് കൊടുക്കുമ്പോഴേക്ക് അത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും. ചിക്കൻ നല്ലപോലെ തന്നെ ചിക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വേഗം തന്നെ വെന്ത് വരും. അതിനുശേഷം ഇതിങ്ങനെ ചിക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ പ്രസ് ബട്ടണില്ലേ അതൊന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ചട്ടിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം നമുക്ക്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന ഒരു കളറും ഒരു സ്വാദൊക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫസ്റ്റ് ഫുള്ളായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ മുന്നെയാണ് ഏകദേശം 3/4 കുറച്ചുകൂടെ വെന്തതിന് ശേഷമാണ് ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് റെഡിയാക്കി എടുത്തത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാനിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. കൂന്തൽ സ്റ്റഫ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കൂന്തൽ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്.
ഇത് ചെറിയ കൂന്തലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പിടിക്കണം. ചെറിയ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഞാൻ ചിക്കനെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്തിട്ടുള്ളായിരുന്നു. കൂന്തൽ സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് കൈനെ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കുത്തി കുത്തി ആക്കി കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തും ആ ഒരു ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ. ഇത് ചെറിയ പീസാക്കി മുറിച്ചിട്ട് നമുക്കിത് കഴിക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുറിഞ്ഞൊന്നും പോവാതെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 എണ്ണമാണല്ലോ എടുത്തിട്ടുള്ളത് കൂന്തൽ. അപ്പം 4 ചിക്കനും ഒരു 2 കൂന്തലുമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം കൂന്തലിൻ്റെ ഫില്ലിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. കൂന്തൽ ഫില്ലിങ്ങും ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പുറത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇതിൻ്റെ അറ്റത്ത് ഞാൻ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഒരു ഈർക്കിലെടുത്തിട്ട് ഞാനത് സെക്യൂർ ചെയ്ത് വയ്ക്കാനുണ്ട്. ഇതിപ്പം 4 ചിക്കനും 2 കൂന്തലുമാണ് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നന്നാവുക. ഒരുപാട് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി അടിപൊളിയായിരുന്നു, പിന്നെ വീണ്ടും ഉണ്ടാക്കി അതും സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ ഒരു കൂട്ടിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിക്സാണ്. അപ്പം ഇതിലാണ് നമ്മൾ കൂന്തൽ ഇർക്കിൽ കുത്തി വെച്ചിട്ടില്ലേ, അപ്പം ആ കൂന്തൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ടാവും. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഈ ഒരു കോട്ടിങ് അല്ലാതെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ലൊരു കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതിൽ മാത്രം കോട്ട് ചെയ്തിട്ടും നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ഫസ്റ്റ് ഞാൻ ചിക്കൻ്റെ ആണ് ആക്കിയെടുക്കുന്നത്. അപ്പം 4 എണ്ണം ആയിരുന്നല്ലോ, അപ്പം 4 വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ചിക്കനേക്കാളും ഇഷ്ടമായത് കൂന്തലിൻ്റെ സ്റ്റഫിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പൊരിഞ്ഞ് വരണം, ഇതിന് കറക്റ്റ് വേവൊക്കെ ആയിട്ട് വരണം. അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടും കുറച്ച് നേരം വെക്കണം, എന്നാലേ വെന്ത് വരുള്ളൂ. എടുക്കുന്ന സമയത്ത് നല്ലോണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഈർക്കിൽ പിടിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ കോട്ടിങ് മൊത്തമായിട്ട് പോയി പോകും. ഞാൻ രണ്ടാമത്തെ എടുത്ത് അങ്ങനെ പോയായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ആ ഈർക്കിൽ പിടിച്ചിട്ട് തന്നെ എടുത്തത്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ആ ബാക്കിയുള്ള 2 എണ്ണം കൂടെ ഞാനിതിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്തിട്ട് അവരോടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ പറയൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടിപൊളി കിടുവായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും തന്നെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ എടുത്തിട്ട് ജസ്റ്റ് അതിൽ മുക്കിങ്ങ് പൊരിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇത്ര പണി ഉണ്ടാവില്ല. തിരിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കണ്ട. ഞാൻ പിന്നെ അധികവും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇങ്ങനെയാകുമ്പോൾ കുറച്ച് ആ നേരം ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പൊരിച്ചെടുക്കാം. അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കൂന്തലിൽ നമ്മൾ ഈ സ്ക്വിഡിനെ തന്നെ സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുള്ളത്.
എനിക്കിഷ്ടപ്പെട്ടത് അതാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ചിക്കനാണോ, ചിക്കൻ്റെ ഫില്ലിംഗ് ആണോ, കൂന്തലിൻ്റെ ഫില്ലിംഗ് ആണോ, ഈ സ്റ്റഫ്ഡ് കൂന്തലിന് ടേസ്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.